യുദ്ധം നടക്കുന്നത് അങ്ങ് അമേരിക്കയിലും ഇറാനിലും ഇസ്രായേലിലും ഒക്കെ ആണെങ്കിലും നമ്മൾ മലയാളികളുടെ എല്ലാം മനസ്സിന്ന് സംഘർഷഭരിതമാണ് അല്ലെ. പല ആളുകൾക്കും ഉറക്കക്കുറവ്, നാളെ എന്താകുമെന്നതിനെ കുറിച്ചുള്ള ആദി, ഫിനാൻഷ്യൽ ഇൻസ്റ്റബിലിറ്റി ഓർത്തിട്ടുള്ള ഭയം തുടങ്ങി ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസിലൂടെ പല ആൾക്കാരും കടന്നു പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ന്യൂസ് കാണുകയാണെന്ന് വിചാരിക്കുമ്പോഴും നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഈ ഒരു ത്രെട്ടിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്നാണ് ഡയറക്റ്റ് ആയിട്ട്. ഇത് കാരണം പല ആളുകൾക്കും ആൻസൈറ്റി ഉണ്ടാവുകയും ഈ ആൻസൈറ്റി പിന്നെ ആങ്കർ ആയിട്ട് മാറുകയും ഈ ആങ്കറിലൂടെ നമുക്ക് ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതാണ് പല ആളുകൾക്കും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാരണം. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റഡി ആൻഡ് കാം മൈൻഡിലാവുക എന്നുള്ളതാണ്. കാരണം സൈക്കോളജിക്കൽ സ്ട്രെങ്തും നാഷണൽ സ്ട്രെങ്തിന്റെ ഭാഗമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവ് ന്യൂസുകളിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. ഇടയ്ക്ക് ഒരു പോസ് എടുക്കുക. ഒരു ഫോർവേഡ് മെസ്സേജ് ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യമെങ്കിലും ആലോചിക്കുക. നമുക്ക് ഒരുപാട് വറീസ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇടയ്ക്കൊരു ബ്രീതിങ് ഒക്കെ എടുത്ത് നമ്മുടെ ഇന്നർ പീസ് ഒന്ന് കാം ആൻഡ് ക്വൈറ്റ് ആക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഈ നെഗറ്റിവിറ്റി കുറയ്ക്കാനും നമ്മുടെ സൈക്കോളജിക്കൽ ഡിസ്റ്റർബൻസ് ഒരു പരിധി വരെ നിയന്ത്രിക്കാനും കഴിയും. സ്റ്റേ ഇൻഫോംഡ്, ബട്ട് ആ ഇൻഫർമേഷൻ നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒക്യുപ്പൈ ചെയ്യുന്നതാകാൻ പാടില്ല. ബിക്കോസ് കാം സിറ്റിസൺസ് മേക്സ് സ്ട്രോങ് നേഷൻസ്.